നമസ്കാരം. മിസൈൽ കരുത്തു കൂട്ടാൻ ശക്തമായ നീക്കങ്ങളിലാണ് പാകിസ്ഥാൻ. ഇപ്പോഴിതാ പാകിസ്ഥാൻ ഉപരിതലത്തിലേക്ക് ഷഹീൻ 2 ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരിശീലന വിക്ഷേപണം നടത്തി എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. സൈനികരെ പരിശീലിപ്പിക്കുക, വിവിധ സാങ്കേതിക പാരാമീറ്ററുകൾ സാധൂകരിക്കുക, മെച്ചപ്പെട്ട കൃത്യതയ്ക്കും മെച്ചപ്പെട്ട അതിജീവനത്തിനുമായി സംയോജിപ്പിച്ചിട്ടുള്ള വിവിധ ഉപസംവിധാനങ്ങളുടെ പ്രകടന വിലയിരുത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശീലന സമാരംഭമെന്നാണ് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം പാകിസ്ഥാന് മുന്നിലുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ആണവായുധങ്ങളുള്ള അയൽരാജ്യമായ ഇന്ത്യക്കെതിരായ ഒരു പ്രതിരോധമായിട്ടാണ് പാകിസ്ഥാൻ മിസൈൽ വികസനം കാണുന്നത് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. 1998 മെയ് മാസത്തിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും വ്യത്യസ്ത ശ്രേണിയിലുള്ള മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 ഡിസംബറിൽ പാകിസ്ഥാൻ സൈന്യം 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫതഹ് 2 മിസൈലിന്റെ ഫ്ലൈറ്റ് പരീക്ഷണം വിജയകരമായി നടത്തിയിരുന്നു. അതേസമയം പാകിസ്ഥാനും ഇന്ത്യയും മിസൈലുകൾ പരീക്ഷിക്കുകയും തങ്ങളുടെ ആയുധ കവചങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ ഏഷ്യ ത്വരിതഗതിയിലുള്ള ആയുധ മത്സരത്തിലേക്ക് വഴുതി വീണേക്കാമെന്ന വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രെയിനിംഗ് ലോഞ്ച് സൈനികരുടെ പരിശീലനം, വിവിധ സാങ്കേതിക പാരാമീറ്ററുകൾ, അതേപോലെ മെച്ചപ്പെട്ട കൃത്യത, മെച്ചപ്പെട്ട നിലനിൽപ്പിനുമായുള്ള സംയോജിപ്പിച്ചിട്ടുള്ള വിവിധ ഉപസംവിധാനങ്ങളുടെ പ്രകടന വിലയിരുത്തൽ എന്നിവ ലക്ഷ്യമിട്ടിട്ടായിരുന്നു പാകിസ്ഥാന്റെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ, ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്, ശാസ്ത്രജ്ഞർ, സ്ട്രാറ്റജിക് ഓർഗനൈസേഷനുകളിലെ എഞ്ചിനീയർമാർ എന്നിവർ ഈ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചതായി സൈനിക മാധ്യമ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 98-ൽ പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ചു. ഔദ്യോഗികമായി ആണവ പരീക്ഷണം നടത്തുന്ന ലോകത്തിലെ 7ാമത്തെ രാജ്യമായി. രാജ്യത്തിന്റെ നിലവിലെ ആയുധപ്പുരയിലെ ആയുധങ്ങളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. എന്നാൽ മിക്ക ആയുധങ്ങൾക്കും 5 മുതൽ 12 കിലോ ടൺ ആണ് കണക്കാക്കുന്നത്. പാകിസ്ഥാന്റെ പ്രഖ്യാപിത തന്ത്രപരമായ ആണവ നയം പൂർണ്ണ സ്പെക്ട്രത്തിലൂടെ സംഘർഷം ഒഴിവാക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് സമാനമായി ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾക്കെതിരെ ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. എന്നാൽ പാകിസ്ഥാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. പാകിസ്ഥാനിൽ ഏകദേശം 165 പോർമുനകളുടെ ശേഖരമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ സജീവമായിട്ട് ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു വലിയ ആണവായുധ ശേഖരം അവർക്കുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2025ഓടെ 200ഓളം യുദ്ധമുനകളുമായി ആയുധശേഖരം വിപുലപ്പെടുമെന്നും പറയുന്നുണ്ട്. പാകിസ്ഥാൻ കടൽ അധിഷ്ഠിത പ്രതിരോധത്തിനായും പ്രവർത്തിക്കുന്നു എന്നതും അടിവരയിട്ട് പറയണം. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ആണവായുധ ശേഖരം 2023 ജനുവരിയിൽ 164 വാർഹെഡുകളിൽ നിന്ന് 2024 ജനുവരിയോടെ 172 വാർഹെഡുകളായി വളർന്നുവെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ ആണവായുധ രാജ്യങ്ങളിൽ 6ാം സ്ഥാനത്തെത്തി. ചൈനയുടെ ആണവായുധ ശേഖരം 2023 ജനുവരിയിലെ 410 വാർഹെഡുകളിൽ നിന്ന് 2024 ജനുവരിയോടെ 500 ഉയർന്നിട്ടുണ്ട്. തുടർച്ചയായ വളർച്ചയുടെ പ്രതീക്ഷകൾ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. US, റഷ്യ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ 9 ആണവായുധ രാജ്യങ്ങളിൽ ആണവായുധങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും 2023-ൽ നിരവധി രാജ്യങ്ങൾ പുതിയ ആണവായുധ സംവിധാനങ്ങൾ വിന്യസിച്ചുവെന്നും കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ ആണവായുധങ്ങളുടെ 90% റഷ്യയും US-ഉം ചേർന്ന് കൈവശം വെച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ആഗോള ഇൻവെന്ററിയിൽ ഏകദേശം 12,121 ന്യൂക്ലിയർ വാർഹെഡുകൾ ഉൾപ്പെടുന്നു. ഏകദേശം 9,585 സൈനിക സ്റ്റോക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവയിൽ ഏകദേശം 3,004 വാർഹെഡുകൾ മിസൈലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് വിന്യസിച്ചിരിക്കുന്നുവെന്നും പറയുന്നുണ്ട്. 2023 ജനുവരിയിൽ നിന്ന് 60% വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ളവ സെൻട്രൽ സ്റ്റോറേജിലാണ്. മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ചൈന അവരുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. UK അവരുടെ വാർഹെഡ് ശേഖരം വിപുലീകരിക്കാൻ പദ്ധതിയിടുന്ന വിവരം പുറത്തു വന്നിരുന്നു. കൂടാതെ ആയുധങ്ങളുടെ അളവ്, വിന്യസിച്ചിരിക്കുന്ന പോർമുനകൾ, മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആണവായുധങ്ങളുടെ വിശദാംശങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുന്നത് സർക്കാർ അവസാനിപ്പിച്ചു എന്ന വിവരമുണ്ടായിരുന്നു. ഇനി ഇസ്രായേലിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ആണവായുധങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയും ഡിമോണയിൽ പ്ലൂട്ടോണിയം ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ചൈനയുടെ ഒത്താശയോടെയാണ് ഇക്കണ്ട നീക്കങ്ങളൊക്കെ നടത്തുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. കൂടുതൽ വിപുലമായ നീക്കങ്ങൾ അവർ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നതാണ് വ്യക്തമായ കാര്യം.